എല്ലാ നഴ്സുമാരുടെയും ആഗ്രഹമാണ് ഹയർ ലെവലിലോട്ട് പോകണം, നല്ല പൊസിഷനിൽ എത്തണം എന്നുള്ളത്. സാധാരണ ബാൻഡ് 5, ബാൻഡ് 6 അല്ലെങ്കിൽ ബാൻഡ് 7 നിർത്താറാണ് പലരും പതിവ്. ബാൻഡ് 8A വർക്ക് ചെയ്യുന്ന ബ്ലെസ്സിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. NHS ഹോസ്പിറ്റലിലെ മേട്ടർ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു ലെവലിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്? എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കും ഒരു ഹയർ ലെവലിലോട്ട് എത്തണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ് ബ്ലെസ്സി, നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ബ്ലെസ്സി, എങ്ങനെയായിരുന്നു ഈ കരിയറിലോട്ട് വന്നതെന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്ന് പറയാമോ കുറച്ച് കാര്യങ്ങൾ? ഞാൻ എൻ്റെ നഴ്സിംഗ് എൻ്റെ പഠിത്തം 12th സ്റ്റാൻഡേർഡ് കഴിയാറായപ്പോഴത്തേക്ക് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഒരു പ്രോബ്ലമാണ്, എന്തുവാ ചെയ്യേണ്ടത് എന്തുവാ ചെയ്യേണ്ടാത്തത്. സോ എൻ്റെ ഇനീഷ്യലി ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു നഴ്സിംഗിൽ പോകാം, പക്ഷേ എൻ്റെ ഡാഡി ഒരു മിഷണറിയാണ്. സോ ദെൻ ഐ തോട്ട് ഇറ്റ് വുഡ് ബി എ ഗുഡ് വേ ടു ഗോ ത്രൂ ആൻഡ് ഹെൽപ്പ് ഹിം ഔട്ട് വിത്ത് ഡൂയിങ് നഴ്സിംഗ്. സോ വാട്ട് ഡിഡ് ഐ ഡു? ഐ തോട്ട് ഓക്കെ, ലെറ്റ് മീ ഗോ ടു നഴ്സിംഗ്. ഞാൻ ഡൽഹിയിൽ രാജ്കുമാരി അംബേദ്കർ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് പഠിച്ചത്. ഞങ്ങൾ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് ഇച്ചിരൂടെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷാണ്. സോ ഞാൻ സ്റ്റഡി ചെയ്തു, പക്ഷേ ഐ ഹാഡ് എ മോട്ടിവേഷൻ, ഐ വിൽ ഗോ അബ്രോഡ്. അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പോളോയിൽ ജോലി ചെയ്തു. എനിക്ക് അപ്പോളോയിൽ ഒരു 2.5 വർഷം ജോലി ചെയ്തു. സോ ഐ തോട്ട് ആഫ്റ്റർ 2.5 years, നാട്ടിലെല്ലാവരും പറയുമല്ലോ 2.5 years കഴിയുമ്പോൾ നമ്മൾക്ക് പുറത്തോട്ട് പോകാം, അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറയും. സോ ഐ ട്രൈഡ് ഇറ്റ്. അപ്പം എനിക്ക് ഇവിടെ വരുന്ന മുമ്പ് എനിക്ക് 3 ഹോസ്പിറ്റലിൽ ജോബ് കിട്ടി. പക്ഷേ അറിയത്തില്ലായിരുന്നു ഏത് ബാൻഡാണ്, എന്തോ ഗ്രേഡാണ്, ആരും പറഞ്ഞു തരാൻ നമ്മൾക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ 2004 ന്യൂഹാമിൽ ബാൻഡ് ഒരു ഗ്രേഡ് E ആയിട്ട് വരും. അപ്പോൾ ഗ്രേഡ് E ആയിട്ട് ഞാൻ ഇവിടെ വന്നു, 2004 വന്നു. അപ്പോൾ ഇന്ന് ഞാൻ 20 വർഷമായി ന്യൂഹാമിൽ ജോലി ചെയ്തിട്ട്. ഞാൻ വന്നത് ഒരു കാർഡിയോളജി വാർഡിലാണ്. ആ വാർഡ് ഒത്തിരി നല്ല വാർഡായിരുന്നു. നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ടീം വർക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് ഒരു നല്ല ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ട്രഗിൾ ആണെങ്കിലും നമുക്ക് ഓവർകം ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ 2004 ഇവിടെ വന്നു. ഞാൻ അഡാപ്റ്റേഷൻ നേഴ്സായിട്ട് വന്നു. 6 മാസം അഡാപ്റ്റേഷൻ ചെയ്തു. പിന്നെ ആഫ്റ്റർ അഡാപ്റ്റേഷൻ പിൻ നമ്പർ കിട്ടി. പിന്നെ ഞാനൊരു നേഴ്സ്, പിന്നെ പോയി മാരീഡ് ചെയ്ത്, മാരീഡ് കഴിഞ്ഞിട്ട് എനിക്ക് 2 പിള്ളേരും ഉണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ്. ഞാൻ ഇവിടെ നഴ്സിംഗ് ആദ്യം ബാൻഡ് 6 ആയിട്ട് ചെയ്തു. ഒരു മേ ബി ഒരു 8 years 7 years ഞാൻ 7 to 8 years ഞാൻ ബാൻഡ് 6 ആയിട്ട് ചെയ്തു. പിന്നെ എൻ്റെ സീനിയേഴ്സ് മോട്ടിവേറ്റഡ് മീ, told me that you can do a 7th job. പക്ഷേ I was very hesitant. പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മുടെ സീനിയേഴ്സ് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ കണ്ട് അവർ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വി നീഡ് ടു സ്റ്റെപ്പ് ഫോർവേഡ്. എൻ്റെ സീനിയേഴ്സ് മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ 7th റോളിൽ കയറി. 7 ഞാൻ കുറച്ച് നാൾ സെക്കൻഡ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു 7th റോളായിട്ട് കംപ്ലീറ്റ്ലി ചെയ്തിട്ട് വിതിൻ 2 years ഐ വെൻറ്റ് ടു എ മേട്രൺസ് റോൾ. ഞാനിപ്പം ഒരു അക്യൂട്ട് അഡ്മിഷൻ യൂണിറ്റിൻ്റെ മേട്രനായിട്ട്, കെയർ ഓഫ് എൽഡർഡിയുടെ മേട്രനായിട്ട്, ആംബുലേറ്ററി കെയർ ഏനിയുടെ പാർട്ടായിട്ട് അതിൻ്റെ മേട്രനായിട്ട് ഞാനിപ്പം ജോലി ചെയ്യുന്നു. ഈ ഏപ്രിലിൽ എൻ്റെ 20 വർഷമായി നിന്നിട്ട് 2004 വന്നതാണ്. ബട്ട് ഐ എൻജോയ് ബിക്കോസ് ഇറ്റ്സ് എ ഫ്രണ്ട്ലി പ്ലേസ്, സ്മോൾ ഹോസ്പിറ്റൽ, ഫ്രണ്ട്ലി പ്ലേസ്. ഈ ബാൻഡ് 6 വരെയാണ് സാധാരണ നമ്മുടെ മലയാളി നഴ്സുമാർക്ക് വരുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് പോകുമ്പോഴുള്ള നമുക്ക് വേണ്ട സ്കില്ലുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കാരണം നമുക്ക് മാനേജ്മെന്റ് ഏരിയയിലാണല്ലോ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളെല്ലാവർക്കും ഒരു മാനേജ്മെൻറ്റ് റോളുണ്ട്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സ്കില്ലുണ്ട് മാനേജ്മെൻറ്റ്. നമ്മളുടെ മലയാളീസോ നമ്മളെ നഴ്സുമാർക്ക് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്കില്ലിനെ പാത്ത് വെക്കും. നമ്മൾ ഇത് ചിന്തിക്കുന്നില്ല. ഇഫ് യു ആർ അറ്റ് എ ഫാമിലി, യു മാനേജ് ദ ഹൗസ്. സോ യു ഹാവ് ഗോട്ട് ദാറ്റ് മാനേജ്മെൻറ്റ് സ്കിൽ. only thing that you need to tame. നമ്മൾ ഒരു പോട്ടിനെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ആ സ്കില്ലിനെ ഒന്ന് ടൈം ചെയ്യണം. അപ്പം ഓൾവേസ് ഇറ്റ്സ് ഗുഡ് ഫോർ ദം ടു ഹാവ് എ മെൻറ്റർ ആൻഡ് ടു ഹാവ് ഗൈഡൻസ് ഫ്രോം ദ മാൻ. ഇപ്പോൾ അവർ ബാൻഡ് 6 ആണെങ്കിൽ ബാൻഡ് 7 അവർ ബാൻഡ് വർക്ക് ചെയ്യുന്ന ബാൻഡ് 7 ബാൻഡ് 8 ആരൊക്കെ അവരുടെ ലീഡേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ അവനോട് സംസാരിക്കുക. ഡു യു സീ എ പൊട്ടൻഷ്യൽ? നമ്മൾക്ക് എല്ലാ വർഷം അപ്രൈസലുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കാം നമ്മൾക്ക് അങ്ങനത്തെ ലീഡർഷിപ്പ് കോഴ്സസ് വല്ലതും തെറ്റ്. അപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു ബോഡി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ജൂനിയറിന് ആ സ്കില്ലുണ്ടെന്ന് കാണുമ്പോൾ ഒരു 7 ഇല്ലാതെ 6 എങ്ങനെ മാനേജ് ചെയ്യുന്നു, മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ യു ഹാവ് ഗോട്ട് ദറ്റ് യു ക്യാൻ ഗോ അപ്പ് ഫർദർ. നമ്മൾ ആ പൊട്ടൻഷ്യലിനെ ജസ്റ്റ് പുഷ് ചെയ്തിട്ട് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് വി ക്യാൻ സ്റ്റെപ്പ് ഫോർവേഡ്. ബട്ട് ദർ ഇസ് എ ഫിയർ. ദാറ്റ് ഫിയർ ഹാസ് ടു ബി ടേക്കൺ ഓഫ്. എനിക്ക് ആ ഫിയർ നമ്മളുടെ ടേക്ക് ഓഫ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ആ ഷാഡോ ചെയ്യണം. ഇപ്പം ഞാനൊരു 7 ആണെങ്കിൽ എന്നെ ഒരാൾ ഷാഡോ ചെയ്ത് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് ഒബ്സർവ് ചെയ്യുക, എൻ്റെ കൂടെ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം ഐ തിങ്ക് വി ഡെവലപ്പ് കോൺഫിഡൻസ് and then we can overcome that obstacle and go forward for the job. And always make sure you get the support from your seniors. ഒരു 7 8 support വേണം. make sure you trust them, you give them that support. I think that would be the best thing I would say. And there is lots of courses which is free is NHS, so leadership courses ചെയ്യുക, അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും.
എന്തൊക്കെ കോഴ്സായിരുന്നു ശരിക്കും ബ്ലെസ് ചെയ്തത് ഈ ഒരു ഞാൻ ലീഡർഷിപ്പ് വന്നോണേ ഇവിടെ ഫ്ലോറൻസ് നൈറ്റിംഗിളുടെ ലീഡർഷിപ്പിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്തു. പിന്നെ ഞാൻ ഷാഡോ ചെയ്തു. എൻ്റെ സെവൻസിന് ഷാഡോ ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ സെവൻസിനെ കൂടെ വർക്ക് ചെയ്ത് നോക്കി. ഞാൻ സെക്കോൺമെൻറ്റ് റോളിൽ പോയി. ഇഫ് ഐ കാൺ ഡു ഇറ്റ് ഐ ക്യാൻ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞാൽ അത് സെക്കോൺമെൻറ്റ് മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമോ 2 വർഷം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു, സെക്കോൺമെൻ്റ് ആയിട്ട് ചെയ്തു. ദെൻ ഐ സോ ഐ കുഡ് ഡു ഇറ്റ് ആൻഡ് ദെൻ ഐ ടു ദ ഫീഡ്ബാക്ക് ഫ്രം മൈ സീനിയേഴ്സ്. ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു സീനിയേഴ്സിന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പം എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായി. പിന്നെ നൗ ഐ എം ഗോയിങ് ടു ഡു അനദർ ലീഡർഷിപ്പ് കോഴ്സ് വിച്ച് ഇസ് ബിറ്റ് മോർ ലെവൽ ഫോർ മേട്രൻസ് ലെവലിൽ. അപ്പം അതിന് ബുക്ക് ചെയ്യാൻ പോവുക ലീഡർഷിപ്പ് കോഴ്സ്. പക്ഷേ അത് എൻ്റെ അപ്രൈസലിൽ എൻ്റെ മാനേജേഴ്സ് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് നഴ്സുമാർ വരുമ്പോൾ അവർക്ക് ഈ ഒരു ലെവലിലോട്ട് വരാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ അതിന് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്ലെസ് ചെയ്യുന്നത്? ഇതിനകത്ത് നമ്മൾ പണ്ട് പറഞ്ഞ പോലെ നമ്മുടെ മാനേജ്മെൻറ്റ് സപ്പോർട്ട് വേണം. സത്യം പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ മാനേജ്മെൻറ്റ് സപ്പോർട്ട് വേണം. ചിലപ്പം പൊളിറ്റിക്സ് എല്ലായിടത്തുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല, എല്ലായിടത്തുണ്ട്. പക്ഷേ സം പീപ്പിൾ ലൈക്ക് ചേഞ്ചിങ് ഹോസ്പിറ്റൽസ്. Some people like going to nursing homes manager level, or some people like going to a different NHS hospital. Change ഇഷ്ടമുള്ളവർക്ക് I would recommend to change and look at the different environment. പക്ഷെ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് don't fall back depressed. Go forward. Give interviews. Maybe you have to give 10 interviews, but you will achieve your goal. പക്ഷെ അത് ചെയ്യണം. And make sure who is your mentor. ഒരു മെൻറ്ററിനെ എപ്പോഴും സെലക്ട് ചെയ്യണം. ഒരു മെൻറ്ററിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ I think they will guide you which is the right direction to go. നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ആദ്യം ബാൻഡ് 5 ആയിട്ട് പിന്നെ കുറേ കാലം ഈ ബാൻഡ് 5 അല്ലെങ്കിൽ 6 തന്നെ നിൽക്കാറാണ് പതിവ്. അതിൽ നിന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇതുപോലുള്ള ഹയർ ലെവൽ കോഴ്സുകൾ, അപ്പോൾ ഈ കോഴ്സുകളൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നൊന്നും പലർക്കും അറിയത്തില്ല. നമ്മൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം എല്ലാ ഹോസ്പിറ്റലിലും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നഴ്സസ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്ന് ഗൈഡൻസ് എടുക്കണം. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും 7s 6ൻ്റെ അപ്രൈസൽ ചെയ്യും. അപ്പം പറഞ്ഞ എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യണം, എനിക്ക് ലീഡർഷിപ്പ് കോഴ്സ് ചെയ്യണം. അപ്പം അങ്ങനെ കയറി ഇപ്പം ബാർട്സിൽ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ ഇൻട്രാനെറ്റ് വി ഷെയറിൽ കയറി കഴിഞ്ഞാൽ അവിടെ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലീഡർഷിപ്പ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ആ ലീഡർഷിപ്പ് കോഴ്സസ് പോയി ബുക്ക് ചെയ്തിട്ട് ഇറ്റ്സ് മേ ബി 3 months, മേ ബി കപ്പിൾ ഓഫ് വീക്സ് സംതിങ് ആയിരിക്കും. അപ്പം അത് ബുക്ക് ചെയ്ത് അതിന് പോയി ദ മോർ യു ഡു ദ മോർ യു ലേൺ. അപ്പം ആ കോഴ്സസ് പോയി ബുക്ക് ചെയ്യാം. പക്ഷെ ഓൾവേസ് ലിങ്ക് വിത്ത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് നഴ്സ്. അവരൊത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മളെ. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ? ഇപ്പോൾ ബാൻഡ് 8A നിൽക്കുന്നു, ഇനി ഹയർ ലെവലിലോട്ട് പോകാനായിട്ട് ബ്ലെസ്സിക്ക് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ ഓൾവേസ് ഐ വെയിറ്റ് ഫോർ ഗോഡ്സ് വിൽ എന്തുവാണെന്ന്. പക്ഷേ ഐ ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. മേ ബി നഴ്സിംഗ് ആയിരിക്കും, മേ ബി മാനേജറൽ വല്ല റോളായിരിക്കും. പക്ഷേ എനിക്ക് സ്പെഷ്യലിസ്റ്റ് റോളും ഇഷ്ടമാണ്. എനിക്ക് CC കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ഇഷ്ടമാണ്. ചിലപ്പോൾ സ്പെഷ്യലിസ്റ്റ് റോളായിരിക്കും. പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ മൈ ബെസ്റ്റ് ടു ഗോ അപ്പ്. ഐ വോണ്ട് ടു ഗോ ഫർദർ അപ്പ് ബിക്കോസ് ദാറ്റ് ഇസ് മോട്ടിവേഷൻ ഫോർ മൈ followers or my youngsters who is coming behind me. പലരും പറയാറുണ്ട് നമുക്കധികം ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല, സാധ്യതകൾ വളരെ കുറവാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. 6ൽ പോകാൻ പറ്റിയാൽ അതിന് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് തീരെ ഇല്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പലരും. അപ്പോൾ അതിലൊക്കെ യാഥാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ ഓൾവേസ് ട്രൂ. അത് ഓൾവേസ് ട്രൂ അല്ല. പിന്നെ ചില ഹോസ്പിറ്റൽസ് ലൈക്ക് വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, ചില ഹോസ്പിറ്റലിൽ കുറേ നാളായിട്ട് ഇരിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കൊന്നും ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് NHS ഒത്തിരി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇഫ് യു ലൈക്ക് ട്രാവലിംഗ്, ഇഫ് യു ലൈക്ക് ചേഞ്ച് ഓവേഴ്സ്, എനിക്കൊന്ന് എവിടെ പോയി നമ്മൾ മുട്ടി നോക്കിയാലും നമ്മൾ മുട്ടണം. we just need to knock and see where we have got an opportunity. നമ്മൾ അസ്യൂം ചെയ്തിരിക്കില്ല. എപ്പോഴും നമ്മൾ മുട്ടി മുമ്പോട്ട് പോകുമ്പോഴേ നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരത്തുള്ളൂ. പക്ഷേ there is opportunities. I won't agree that there is no opportunities. There would be 1 or 2 hospital നമ്മൾ ഒത്തിരി ഹൈറാർക്കി പോയി കഴിഞ്ഞാൽ ഒത്തിരി പഴയ ആൾക്കാർ ഇരിപ്പുണ്ടായിരിക്കും. പക്ഷേ there is opportunity for every 6 to go up to 7. ഇപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒത്തിരി ന്യൂ നഴ്സസ് വന്നിട്ടുണ്ട്. അവരിപ്പം നഴ്സ് ഇൻചാർജായിട്ട് ജോലി ചെയ്യുന്നത്. അവർ ബാൻഡ് 5 പക്ഷേ 6 ആയിട്ട് ചെയ്യുമ്പം അവർ ഇൻചാർജായിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പം അവർക്ക് 6ൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുമ്പം പോയി അപ്ലൈ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഇസ് എ സപ്പോർട്ട് വി ഗിവ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ 6 കയറി കഴിഞ്ഞാൽ 6ൽ ചെയ്യുമ്പോഴത്തേക്ക് അവർ 6 ആകുമ്പോൾ ദേ ഹാവ് ടു ഡു എ വാർഡ് മാനേജർ പ്ലസ് ക്ലിനിക്കൽ റോൾ. അപ്പോൾ ഒരു വാർഡ് മാനേജറിൽ ചിലപ്പം നമ്മൾ പറയും നിങ്ങൾ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഹോപ്പ് ആൻഡ് ദാറ്റ് പുഷ് യു ഗിവ്. അവർക്കത് മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അവർ മൂവ് ഫോർവേഡ് ചെയ്യും. ദർ ഇസ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഹിയർ. യു ജസ്റ്റ് നീഡ് ടു വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഗ്രാബ് ഇറ്റ്. ദാറ്റ്സ് വാട്ട് ദേ. അതുപോലെ ഈ പോളിസിയും പ്രോട്ടോക്കോളൊക്കെ പാലിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആദ്യം വരുന്ന നഴ്സുമാർക്ക് പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ പെടാറുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ പലപ്പോഴും അതൊക്കെ മിസ് ചെയ്യാറുണ്ട് പലരും. അവരോടൊക്കെ ആയിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മൾ എല്ലാവർക്കും ഒരു ഇൻഡക്ഷൻ പീരീഡ് ഉണ്ട്.
ഇപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു 8 weeks ഓസ്കി പീരീഡ് ഉണ്ട്. ആ സമയത്ത് ഇറ്റ്സ് ബെറ്റർ ടു ഗോ ആൻഡ് റീഡ് ദ പോളിസി. അത്യാവശ്യമുള്ള പോളിസീസ് റീഡ് ചെയ്യുക. ഇഫ് ദേ ഡോണ്ട് നോ ദേ ഫൈൻഡ് എ പേഴ്സൺ. ലൈക്ക് ഇപ്പം ഞാനൊരു വാർഡിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഒരു മലയാളി എപ്പോഴേലും കാണും, നമുക്കൊരു ഫ്രണ്ട് ആക്കുക. അപ്പോൾ അവരെ ചോദിക്കണം ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം എന്നോട് ഒത്തിരി പേര് വന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, അങ്ങനെ വല്ലതും കൂടെ. അപ്പം ജസ്റ്റ് ഫൈൻഡ് എ പേഴ്സൺ ടു എക്സ്പ്ലെയിൻ. അതർവൈസ് ഇൻഡക്ഷനിൽ അവർ പോളിസീസും ട്രസ്റ്റ് പോളിസീസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, അവരെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വായിക്കാൻ, വിച്ച് വിൽ ഹെൽപ്പ് ദം എ ലോട്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആവുക. അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ പലരും മിസ്സാകുന്നതിന്റെ പേരിൽ പ്രശ്നങ്ങളിൽ പെടുന്ന നഴ്സുമാരുടെ എണ്ണം പലപ്പോഴും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ഒത്തിരി പേരുണ്ട്. അപ്പം ബെസ്റ്റ് തിങ് NHS ബി ട്രാൻസ്പെറൻറ്റ്. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് ഒത്തിരി കിട്ടും. അപ്പോൾ ബി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ദെൻ യു ക്യാൻ മൂവ് ഫോർവേഡ്. നമ്മൾ തെറ്റ് വിത്ത് ഫെയിലിയേഴ്സ് വി ക്യാൻ ഗ്രോ ഫോർവേഡ്. സോ ഡോണ്ട് വറി. ഞാൻ വന്നപ്പോൾ എനിക്കും മിസ്റ്റേക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സിൽ പഠിച്ച് ഞാൻ വന്നത്. അപ്പം എല്ലാ മിസ്റ്റേക്കും നമ്മളുടെ ജോബ് പോകുന്നൊന്നുമല്ല. സോ ഓൾവേസ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിനെ സീനിയറിനെ ഇൻഫോം ചെയ്ത് നമ്മളപ്പോൾ സപ്പോർട്ട് കിട്ടും. നമ്മൾ പാത്ത് വെച്ചാൽ വി വിൽ മിസ് എ സപ്പോർട്ട്. സോ അതാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ബ്ലസ്സി, ഇത്രയും നേരം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. അപ്പോൾ എല്ലാവിധ ആശംസകളും, ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്താനായിട്ട് കഴിയട്ടെ. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.